അനുജ, നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളാകെ ഒരു അന്തിമ ചിത്രം ഇന്ന് തെളിയാൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചോദ്യം ഉയരുന്നത് PV അൻവർ പരസ്യ പ്രചരണത്തിന് ഇറങ്ങുന്നില്ല, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, അൻവർ അവസാന സമയം പത്രിക പിൻവലിക്കുമോ എന്ന ചർച്ചകളിലേക്കാണ് ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്ന അറിയില്ല. എന്തായാലും 14 ആളുകളാണ് 14 പേരാണ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഡമ്മി പത്രികകളെല്ലാം തന്നെ പിൻവലിക്കുന്നത് കൂടി അത് ഇനിയും ചുരുങ്ങും. മാത്രമല്ല, കോൺഗ്രസ് എല്ലാം സജീവമാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വിഷയം PV അൻവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു, അതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. എന്താണ് മനുജയ്ക്ക് തോന്നുന്നത്? ശരത്, PV അൻവറിന് രാഷ്ട്രീയ കളത്തിൽ യാതൊരു റോളുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, PV അൻവർ ഇപ്പോൾ ഒരു പരസ്യ പ്രചരണത്തിൽ നിന്ന് മാത്രമല്ല, PV അൻവർ ആകെ ചെയ്യുന്നത് കുറച്ച് വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞത് തന്നെയും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അപഹാസ്യനാവുന്ന PV അൻവറിനെയാണ് കാണുന്നത്. ഈ തൃണമൂൽ കോൺഗ്രസിന് മുൻപ് കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. ഇപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ നിലമ്പൂരിലെ പ്രധാന നേതാവായ സജി മഞ്ഞക്കടമ്പിലൊക്കെ വലിയ വായിലിരുന്നു കൊണ്ട് പറയുന്നുണ്ട് PV അൻവർ 25,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു കയറും. അതുപോലെ PV അൻവറാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ, അതായത് പിണറായി സത്തിനെതിരെയും മരുമോനെതിരെയും തുറന്ന് ആഞ്ഞടിച്ചത്. അതുപോലെ UDF പറഞ്ഞിട്ടാണ് PV അൻവർ രാജിവെച്ചത് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം ആളുകൾക്ക്, അതായത് നമുക്കിപ്പോഴും എന്തുകൊണ്ടാണ് PV അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നൊരു സംശയം വരുന്നത്. നമുക്ക് എന്തുകൊണ്ട് സ്വരാജ് ഇത് പിൻവലിക്കുമെന്നോ അല്ലെങ്കിൽ ആര്യയുടെ ഷൗക്കത്ത് ഇത് പിൻവലിക്കുമെന്നോ നമുക്ക് സംശയം പോലും തോന്നാത്തതിന്റെ കാരണം അവരുടെ ക്രെഡിബിലിറ്റിയാണ്. ശരത്, PV അൻവറിന് ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, നിലമ്പൂരിന്റെ പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രത്യക്ഷമായും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയമാണ്. ആ മുന്നണി രാഷ്ട്രീയത്തിൽ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ തമ്മിലാണ് പോരാട്ടം. PV അൻവറിന് എത്രാമത്തെ സ്ഥാനം, അത് 3 ആണോ 4 ആണോ 5 ആണോ എന്ന് മാത്രം ഇവിടെ തിരക്കിയാൽ മതി എന്നൊരു സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ മാധ്യമങ്ങളുടെ ഒരു എന്താ പറയുക സ്പേസിൽ ഇയാൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസുകളൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് PV അൻവറിന്റെ വാർത്താ സമ്മേളനം അവർ പ്രദർശിപ്പിക്കും, അല്ലെങ്കിൽ അത് കാണിച്ചു കൊണ്ടേയിരിക്കും. ഇയാൾ എന്താണ് എല്ലാ കാലഘട്ടങ്ങളിലും PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമാണ്. മുൻപോട്ട് വെക്കുന്ന അവർക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണുള്ളത്? PV അൻവർ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് PV അൻവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ട്, 2 ഘട്ടമായി കേരളത്തിന്റെ MLA ആണ്. അപ്പോൾ അവിടെയും നാമനിർദ്ദേശ പത്രിക കൊടുത്തു. അപ്പോൾ PV അൻവറിന് അറിയില്ലായിരുന്നു തൃണമൂൽ ഒരു സംസ്ഥാന പാർട്ടിയാണെന്നും അതിൽ പങ്കെടുക്കുന്ന സമയത്ത് 10 പേരുടെ ഒപ്പ് വേണമായിരുന്നെന്നുള്ള ഒരു കാര്യങ്ങളും PV അൻവറിന് അറിയില്ല. PV അൻവർ ഇള്ളാവാവ കളിച്ചുകൊണ്ട് പറഞ്ഞത് കാര്യം PV അൻവറിന് തൃണമൂലിൻ്റെ ഇത് അവർ തള്ളിക്കളയും. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഈ തൃണമൂൽ പറയുന്നത് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനും കേരള സർക്കാരും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്നൊക്കെയാണ്. അതുകൊണ്ടാണ് തൃണമൂലിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞത് പോലും. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത്. അൻവർ മനഃപൂർവ്വം ചെയ്തതാണ് ആ കാര്യം. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ പൂവും പുല്ലും ചിഹ്നത്തിലൊക്കെ മത്സരിച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചൊരു UDFിലേക്കുള്ള ഒരു സാധ്യത വളരെ തുച്ഛമാണെങ്കിൽ പോലും ആ സാധ്യത, അതായത് ഇപ്പോൾ KPCC പ്രസിഡന്റ് ഒക്കെ പറയുന്ന പോലെ കിളിവാതിൽ തുറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും അവിടെ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, സ്വതന്ത്രനല്ല, അത് തൃണമൂലിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചാൽ PV അൻവറിന് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങില്ല. അത് എവിടെയും ഒരുങ്ങില്ല. ഇനി ഇൻ കേസ് തൃണമൂലിൻ്റെ മത്സരിച്ചില്ല, ഇലക്ഷൻ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിലും അദ്ദേഹം ഇനി മത്സരിച്ചാലും സ്വതന്ത്രനായല്ല മത്സരിക്കുന്നതെങ്കിൽ UDF മുന്നണിയിലേക്ക് PV അൻവറിനൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ PV അൻവർ അത് മനഃപൂർവ്വമാണ് നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതെന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല, എന്തൊക്കെ നുണകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷർട്ട് തേക്കാൻ 60 രൂപ എടുക്കാനില്ല, ഞാൻ പാപ്പരായി, കോടികൾ വരുമാനമുണ്ടായിരുന്നു ഇപ്പോൾ. എന്നിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ തന്നെ 52 കോടിയുടെ ആസ്തിയുണ്ട് PV അൻവറിന്. 2 ഭാര്യമാർക്കുമായിട്ട് വേറെ കിടക്കുന്നു 10 കോടി. മാത്രമല്ല, വ്യവസായവും കാര്യങ്ങളുമായിട്ട് 18 കോടിയുടെ വേറെ ആസ്തി കിടക്കുന്നു. ഇത്രയും കോടീശ്വരനായ PV അൻവറാണ് മാധ്യമങ്ങളുടെ മുന്നിൽ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ. മാത്രമല്ല, ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, ജീവനുണ്ടെങ്കിൽ താൻ പത്രിക പിൻവലിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അൻവറിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് പറയാ, ഒരുപക്ഷെ നേരിട്ടായിരിക്കില്ല. ഇതിനകത്തൊരു എന്താ പറയുക, വേറൊരു പാർട്ടിയെ കൊണ്ട് ഇൻവോൾവ് ചെയ്യും. അയാൾ ഇപ്പം അൻവർ പറയുന്നതനുസരിച്ച് എനിക്ക് സമ്മർദ്ദം ഏറിക്കൊണ്ടിരിക്കുന്നു പിൻവലിക്കാൻ, എന്നിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കി ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത് അവസാന സമയത്ത് ഏതെങ്കിലും പാർട്ടിക്കാരെന്തോ ബലമായി പറയല് വധഭീഷണി നടത്തി എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് അതിയുന്നവൻ. എന്തായാലും എനിക്ക് തോന്നുന്നു അൻവർ പിൻവലിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടായാലും അത്ഭുതമില്ല. വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയ കാര്യം കൂടിയാണ്.
ഇവിടെ ഇപ്പോഴും മനസ്സിലാകാത്തത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരു കൃത്യമായ സ്റ്റാൻഡ് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനകത്തൊരു ഇതുവരില്ല. ഇപ്പോഴും പലരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൻവറിന് സാധ്യതകൾ ഇനിയും ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴാണ് ചോദ്യം ഇപ്പൊ അല്ല, ഞാൻ സംശയങ്ങൾ. പറഞ്ഞു അദ്ദേഹത്തിന് വേറൊരു അവസ്ഥയില്ല ശരത്. അതായത് പി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിഷ്കാസിതനാവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ എക്സ്ക്ലൂസീവായി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് നമ്മുടെ മറുനാട് സ്പെഷ്യലിൽ സംസാരിക്കാൻ തന്നെ അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പി അൻവറിൻ ഇനി ഇലക്ഷനിൽ മത്സരിച്ചതിന് ശേഷം തൃണമൂലിന്റെ ആളായി നിലനിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ആ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കുകയും പി അൻവറിന് കൈ കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിലെ എല്ലാം, അല്ലാതെ ഏതെങ്കിലും ഒരു ഒറ്റയാണ്. അതൊക്കെ പി സി ജോർജിനെ പോലെയുള്ള വളരെ വിരളമായിട്ടുള്ള ആളുകളാണ് ഈ ഒരു സ്വന്തം നിലയിൽ ജയിച്ചിട്ടുള്ളത്. അവർ പോലും പിന്നീട് വലിയ പ്രാധാന്യമില്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഒറ്റയാനായിട്ട് മാത്രം നിലനിൽക്കുകയും അവർ പൊളിറ്റിക്കലി അവർക്കൊരു റാങ്കിങ്ങിൽ മുന്നോട്ട് വരാൻ സാധിക്കാത്ത സിറ്റുവേഷൻസും ഉണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ എല്ലാ ഘട്ടങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ളൊരു മുന്നണി രാഷ്ട്രീയമാണ്. അതുകൊണ്ട് പി അൻവറിന് അവിടെ ഒരു റോൾ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അൻവറിനെ സംബന്ധിച്ചുള്ള മുന്നണി രാഷ്ട്രീയം അൻവറിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. കാരണം ഒരുപാട് പാപങ്ങളിൽ നിന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് ബിസിനസ് സാമ്രാജ്യം ഒക്കെ ഉള്ള ഒരാൾ പുള്ളിക്കാരനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പോലും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ചിലപ്പോൾ പറ്റണമെന്നില്ല. ഈ പാർട്ടികളെല്ലാം തന്നെ അയാൾക്ക് തിരിച്ച് അയാളുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോകുന്നത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വലിയൊരു ബാക്കപ്പ് അൻവറിന് വേണം. താൻ സംസാരിച്ചില്ലെങ്കിലും തനിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ വേണമെന്ന് നിശ്ചയിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ഇതിനകത്ത് അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അൻവർ ചിലപ്പോൾ നാണമില്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ തന്നെ അയാളിപ്പോൾ ഈ ഒരു ഇപ്പോൾ കാണിക്കുന്ന ഗിമ്മിങ്സ്, പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റാൻ വലിയ കഴിവുള്ള ആൾ കൂടിയാണ് അൻവറിന് നാണവും ഉളുപ്പും ഇല്ലെന്ന് നമ്മൾ വ്യക്തമല്ലേ. ഞാൻ എന്താ വിവസ്ത്രനായി ഞാൻ തെരുവിൽ നിൽക്കുകയാണ്. ഞാൻ കരഞ്ഞില്ലേ, ഞാൻ കാല് പിടിച്ചില്ലേ, മുതുകത്ത് ചവിട്ടരുത്, എന്നെ തള്ളി താഴെ ഇടും. എന്തൊക്കെയാണ് പി അൻവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് പി അൻവറിന് മാധ്യമങ്ങൾ കൂടി, ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇത് കാണുന്നത് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളൊന്നും ആയിരിക്കില്ല. നിലമ്പൂരിലെ സാധാരണക്കാരുടെ മേൽ ഇപ്പോൾ ഇങ്ങനൊരു ഇലക്ഷന്റെ ബാധ്യത കൊണ്ട് കെട്ടിവെച്ചു കൊടുത്തത് പി അൻവറാണ്. അതിന്റെ ഉത്തരം നിലമ്പൂരിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ നൽകും. ഇപ്പോഴും റബ്ബറിന് വിലയില്ല, 250 രൂപയ്ക്ക് മേളിലുണ്ട് കേരളത്തിൽ റബ്ബറിന്റെ വില. ഇതാണ് ഇവരുടെ പറഞ്ഞത്. കേരളത്തിൽ അരിയുടെ വില 60-ന് മുകളിൽ പോയി, വിലക്കയറ്റം, അതുപോലെ വന്യമൃഗ ശല്യം വർദ്ധിക്കുന്നു. നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ മാത്രമാണ് ചെയ്യുന്നതെന്നാണ് പി അൻവർ. നമുക്ക് ഇദ്ദേഹമാണ് കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ MLA ആയിരുന്നയാൾ. അദ്ദേഹമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടെങ്കിൽ MLA ആയിരുന്ന സിറ്റുവേഷനിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആ മെറിറ്റിലാണ് സംസാരിക്കേണ്ടത്, അല്ലേ? നിലമ്പൂരിലെ ജനങ്ങളുടെ മേൽ ഭരണസ്തംഭനം കൊണ്ടുവന്നതും നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇലക്ഷന്റെ ഗതികേട് വീണ്ടും കൊണ്ടുവന്നതും ഒന്നാലോചിച്ച് നോക്കുക. കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി മുന്നണികളിൽ എല്ലാവരും തന്നെ അവിടെ നിന്ന് തമ്പടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈവൻ BJP പോലും വിഷയത്തിൽ റോളില്ല. കേരള കോൺഗ്രസിലെ ഒരു പ്രവർത്തകനെയാണ് BJP അവിടെ കൊണ്ടുവന്നത്. അവർക്ക് അവരുടെ ഡയറക്റ്റ് സ്ഥാനാർത്ഥി പോലും ഇല്ല. അവർ ഇലക്ഷന് മത്സരിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. വേണമെങ്കിൽ BDJS എടുക്കട്ടെ, ഞങ്ങൾ നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളില്ല. അപ്പോൾ ആത്യന്തികമായി ആകത്തുകയിൽ പി അൻവറിന് പ്രത്യേകിച്ച് റോളില്ല. ഈവൻ നമ്മൾ ഇത് സംസാരിക്കുന്നതുകൊണ്ട് മാത്രം അതിന് പറയാവുന്നത് ഇപ്പം നമ്മുടെ ഈ ഇപ്പം ഇടത് വലത് പക്ഷങ്ങളെല്ലാം തന്നെ അവരുടെ പ്രചരണമെല്ലാം ശക്തമാക്കി നടത്തുമ്പോൾ അൻവറിനെ ഇവിടെ സത്യം പറയാൻ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? മാധ്യമങ്ങളല്ലേ. ഈ ഒരു മാധ്യമങ്ങളെല്ലാം തന്നെ അൻവറിന്റെ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരും അൻവർ അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കുക, വേറെ ആരുണ്ട് സപ്പോർട്ടേഴ്സ് ആയിട്ട്? ആരുണ്ട്? അവര് പറഞ്ഞ ശരത്, അവര് പെരുന്നാൾ കഴിയുമ്പോൾ സജീവമാക്കും. ഇപ്പം മുന്നണികളിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പോയി കണ്ട് മാധ്യമങ്ങളൊന്നും കാണാതെ ഞങ്ങൾ പ്രചരണം നടത്തുന്നുണ്ടെന്നാണ്. ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുള്ള ഈ അൻവറിന്റെ ഭാഗത്തുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുള്ള വേറെ ആരുമില്ല സത്യം പറയാൻ. ഈ മീഡിയ ഒരു അറ്റൻഷന് വേണ്ടി ഇപ്പൊ നാളെ ആകുമ്പോൾ ഈ അൻവറിന്റെ വിഷയം പറഞ്ഞു തീർന്ന് തേങ്ങ പോകുന്ന വിഷയം അപ്പൊ അതെടുത്ത് കളയും. പിന്നെ അൻവർ അവിടെ ചിത്രത്തിലേ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഓരോ ഇത്രയും ഇപ്പൊ തൊട്ടാൽ പൊള്ളുന്ന ടോപ്പിക്കുകളുമായിട്ട് അൻവർ തന്നെ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കിടന്ന് കരങ്ങി മെഴുകിയാൽ മാധ്യമങ്ങൾ അത് വാർത്തയാക്കും. അല്ലാതെ അപ്പൊ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്ന രീതിയിൽ ചിലപ്പോൾ തുണിയില്ലാതെ ഇറങ്ങി ഓടുമായിരിക്കും. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അൻവറിനെ സംബന്ധിച്ച് എങ്ങനെയും വാർത്തയിൽ നിന്ന് ഇറങ്ങി നിൽക്കുക. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, പരസ്യമായിട്ട് ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അതൊരു പ്രചരണം പോലും ഇല്ല. നിലമ്പൂരിൽ നിന്നും എന്റെ 1-2 സുഹൃത്തുക്കളുണ്ട് നിലമ്പൂരിൽ. ഞാൻ അപ്പോൾ അവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞത് അവരാകെ കാണുന്ന CPM-ന്റെ കൊടിയും LDF-ന്റെ കൊടിയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൊടിയും അവിടുത്തെ അവരുടെ പ്രചരണങ്ങളും മാത്രമേ ഉള്ളൂ. അവരെ പിന്നെ വേറൊരു കാര്യമുണ്ട് ശരത്, ഞാൻ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായൊന്നും കണക്കാക്കുന്നില്ല. അതായത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലെല്ലാം പിന്നെ ഇപ്പൊ ഇൻ കേസ് സ്വരാജ് തോറ്റുപോയാൽ
പിണറായി വിജയന്റെ മൂന്നാം സർക്കാർ ഭരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ആര്യട ഷൗക്കത്താണ് ജയിക്കുന്നതെങ്കിൽ പ്രതിപക്ഷമായി തന്നെ ആയിരിക്കും ചിലപ്പോൾ UDF ഇരിക്കും. ഇതൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിലെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആ തൊട്ട് മാത്രമല്ല ഇടതുപക്ഷത്തിനകത്ത് തോറ്റലും അവർ അന്തസ്സായിട്ട് തോറ്റെന്ന് തന്നെ പറയാം. കാരണം വെല്ലുവിളികളെ അതിജീവിച്ചാണ് സ്വരാജിനെ പോലുള്ളവർ വന്നത്. മാത്രമല്ല വാക്ക് പാലിക്കുകയും ചെയ്യുന്ന രീതിയിലൂടെ അവർ വരുന്നുണ്ട്. അതല്ല ആര്യട ഷൗക്കത്തിന് കൊടുക്കുന്ന ആര്യട ഷൗക്കത്തിന്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. അവർ അതിന് ആര്യട ഷൗക്കത്തിന് പേര് പറഞ്ഞു. അവരതിന് ഒപ്പം നിന്നു, മാറ്റാൻ തയ്യാറായില്ല. VS ജോയിയെ വെച്ചുകൊണ്ട് PV അൻവർ കളിക്കാൻ നോക്കി. പക്ഷെ അവിടെയും കോൺഗ്രസ് മെരുക്കുകയും ചെയ്തു. VS ജോയി അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു. ഇന്ന് ഇലക്ഷൻ കൺവെൻഷൻ BJPയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ്. ഞാൻ പറഞ്ഞ മൊത്തത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് അംഗം അവിടുത്തെ ജനങ്ങൾ അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ PV അൻവറിന്റെ റോൾ അതെന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കടന്നൽ രാജാമാരെ വളർത്തി ഭീഷണി രാഷ്ട്രീയം പറയുന്ന ആളുകളെ വളർത്തി വിടരുത്. അതൊരു ബാധ്യതയായി മാറും.